ഇപ്പം സോഷ്യൽ മീഡിയ വലിയൊരു ഗുണമാണ്. അതായത് നമ്മൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ മുന്നിപ്പം ജബ്ബാർ മാഷൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ജബ്ബാർ മാഷൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒന്നും വളരാത്ത കാലത്ത് അതും മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഈ സാധനങ്ങളൊക്കെ വിളിച്ചു പറയാൻ ജബ്ബാർ മാഷൊക്കെ ധൈര്യം കാണിച്ചു എന്ന് മാത്രമല്ല, ഈ ചേകന്നൂർ മൗലവിയൊക്കെ ഒരു മതത്തിനകത്ത് നിന്നുകൊണ്ട് റിഫോർമേഷന് മാത്രം ശ്രമിച്ചത്. പക്ഷെ എന്നിട്ടും അയാൾ വധിക്കപ്പെട്ടു. ആ കാലത്ത് എല്ലാവരും അങ്ങനെ വധിക്കപ്പെടുകയും ചെയ്യും. ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ധാരണ 5:33 തോന്നുന്നുണ്ട്, മുഹമ്മദ് നബിക്കും അള്ളക്കും എതിരെ പറയുന്നവർക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൈകാലുകൾ വിപരീത ദിശകളിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം, അങ്ങനെ കൊല്ലണം എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ SDPI അല്ലെങ്കിൽ ഇവിടെ സുഡാപ്പികളൊക്കെ ജോസഫ് മാഷ കാര്യത്തിൽ നടപ്പാക്കി. അപ്പം ആ കാലഘട്ടം ഒരു 2011-12 കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ വളർച്ച നമുക്ക് ഗുണം ചെയ്തു. ഇപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും അതിന്റെ എഫക്റ്റ് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും 4 ആൾ അറിയുകയും ചെയ്യും. അത് അവരുടെ